السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടവും പൊരുത്തവുമുള്ള ജീവിതം നയിക്കണമേ എന്ന് എൻ്റെ ശരീരത്തോട് ബാധ്യതകളോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 16 മുതലുള്ള വചനങ്ങളാണ് നമ്മൾക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. ഞാനൊന്ന് ഓതി തുടങ്ങാം. നിങ്ങളൊന്ന് ഖുർആൻ എല്ലാവരും തുറന്നു വെക്കുക, ഓതുന്ന ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا لنفتنهم فيه ومن يعرض عن ذكر ربه يسلكه عذابا صعدا وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വഅല്ലവിസ്തഖാമു അല ത്വരീഖ, ഒക്കെ വായ നിറച്ചാക്കി പറയാൻ ശ്രദ്ധിക്കുക. അല ത്വരീഖത്തി ലഅസ്ഖൈനാഹും, 2 മീം ഒരുമിച്ച് വന്നപ്പോൾ ചേർത്തി മണിച്ചു ഓതുക. ലഅസ്ഖൈനാഹും മാഅൻ, അവിടെ ഷദ്ദും മദ്ദുമുണ്ട്. ലോങ് മദ്ദാണ്. മാ എന്നുള്ളത് കൂടുതൽ നീട്ടണം. അൻ എന്നുള്ള തെൻവിനെ വെളിവാക്കി പറയുക. ശേഷം ഹോയിന് വന്നുകൊണ്ട് മാ അൻ എന്നാണ്. ലിനഫ്തിനഹും ഫീഹ്, അവിടെ വഖഫ് ചെയ്യാം, ജായിസാണ്. വമൻ യുഅരിദ് എന്നാണ്. അവിടെ സാക്കിന നൂനിന് ശേഷം യാ വന്നുകൊണ്ട് ചേർത്തിയും മണിച്ചും ഓതണം. വമൻ യുഅരിദ് അൻ ദിക്രി എന്നുള്ളത് അൻ ദിക്രി, അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമായിട്ട് മണിക്കണം. അൻ ദിക്രി റബ്ബിഹി യസ്ലുക്ഹു അദാബൻ സുഅദ, അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമായിട്ടാണ് മണിക്കേണ്ടത്. അദാബൻ, അസാബൻ എന്ന് പറഞ്ഞു പോരുത്. നാവിൻ്റെ അറ്റത്ത് അദാബൻ സുഅദ, അങ്ങനെ. وأن المساجد لله فلا تدعوا مع الله أحدا, അവിടെ വഅന്ന ഷദ്ദുള്ള നൂനിനെ മണിച്ചോദ. മസാജിദ് ലില്ലാ ഫലാ തദ്ഉ, ഐൻ പറയുമ്പോൾ തൊണ്ടയിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. തദ്ഉ മഅല്ലാഹി അഹദ. വഅന്നഹു ലമ്മ ഷദ്ദുള്ള നൂന് വഅന്ന മണിച്ചോദ. ലമ്മ ഷദ്ദുള്ള മീമും മണിച്ചോദ. ഖാമ അബ്ദുല്ലാഹി, അതിന് സുക്കൂന് വരുമ്പോൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് കട്ടി കൂട്ടി ഉച്ചരിക്കുക. അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ എന്ന്. ഞാൻ ഒന്നുകൂടി ഓതാ, നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا لنفتنهم فيه
ومن يعرض عن ذكر ربه يسلكه عذابا صعدا وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്ന ആയത്ത് 14-15 ആയത്ത് അന്ന മിന്നൽ മുസ്ലിമൂന വ മിന്നൽ ഖാസിത്തൂൻ ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദ. ഞാൻ ആ ആയത്തുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജിന്ന് വർഗം അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞങ്ങളെ കൂട്ടത്തിൽ വഅന്ന മിന്നൽ മുസ്ലിമൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുണ്ട്. വമിന്നൽ ഖാസിത്തൂൻ, അതേപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അനീതി ചെയ്യുന്ന ആളുകളുമുണ്ട്. ഫമൻ അസ്ലം, എന്നാൽ ആര് കീഴുനിങ്ങിയോ, ആര് മുസ്ലിമായോ, ഫഉലൈക, അത്തരം ആളുകൾ, തഹറൗ റഷദ, അവർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു, അവർ സന്മാർഗത്തിലേക്ക് വളരെ താല്പര്യത്തോടു കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞൊരു കാര്യം. മറ്റൊന്ന് വഅമ്മൽ ഖാസിത്തൂൻ, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ അവരെന്താവും, ഫക്കാനു, അവർ ആയിത്തീരും, ലി ജഹന്നമ, നരകത്തിന് വേണ്ടി, ഹാത്വാബൻ, അവരെന്താവും, വിറക് ആയിത്തീരും, അതിൻ്റെ ഇന്ധനമായി, നരകത്തിൻ്റെ ഇന്ധനമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അനീതി ചെയ്യുക എന്നുള്ള ആ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ഒരു വിശദീകരണം പറയണമെന്ന് എനിക്ക് തോന്നി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന, നമുക്കൊരിക്കലും മനസ്സിലാവാൻ പറ്റാത്ത രൂപത്തിൽ ഹക്കും ബാത്തുലും തിരിച്ചറിയാൻ പറ്റാത്ത, നീതിയും അനീതിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആളുകൾ ധാരാളമായിക്കൊണ്ട്, നീതിക്ക് നിലകൊള്ളേണ്ട ആളുകൾ പോലും അനീതിക്ക് നിലകൊള്ളുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയായി അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് നീതിക്ക് നിലകൊള്ളുക എന്നുള്ളത്. ഖുർആനിൽ ഒട്ടേറെ ആയത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ, നീതിക്ക് നിലകൊള്ളണം എന്നുള്ളത്. ഒരിക്കലും ഒരു അനീതിക്ക് കൂട്ടു നിൽക്കാൻ ഒരു സത്യവിശ്വാസിക്കും പാടുള്ളതല്ല. അതെല്ലാ കാര്യത്തിലും നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമനകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്ന്. എന്താണ് പറഞ്ഞത്? വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, അതേപോലെ തന്നെ നിങ്ങൾ എന്താവണം, ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷികളാവുക എന്നുള്ളതാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി ഒരിക്കലും അവരോട് നിങ്ങൾ അനീതി ചെയ്യരുത് എന്നുള്ളതാണ്. അത് വലിയൊരു അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു പ്രയോഗമാണത്. നമുക്ക് ഏതെങ്കിലും ഒരു ടീമിനോട്, ഏതെങ്കിലും ആളുകളോട്, ഏതെങ്കിലും സമൂഹത്തോട്, ഏതെങ്കിലും സംഘടനകളോട്, ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും അവരോട് എന്ത് ചെയ്യരുത്, നമ്മൾ അനീതി ചെയ്യരുത്. നീതി തന്നെയാണ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു ഹുവ അഖ്റബു ലിത്തഖ്വ, തഖ്വയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായി സസൂക്ഷ്മം അറിയുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്നുള്ളതാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ സൂറത്ത് നിസാഇൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ നീതിക്ക് നിലകൊള്ളണം. നീതിക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വലൗ അലാ അൻഫുസിക്കും, നീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, അത് ചിലപ്പോൾ ഒരു പക്ഷെ എന്തായിരിക്കും, നിങ്ങൾക്കെതിരായിരിക്കും. ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനത്തിനെതിരായിരിക്കാം സത്യം അല്ലെങ്കിൽ നീതി. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നീതിക്ക് നിലകൊള്ളണം. അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല. പിന്നെയോ അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങളെ പേരൻസ് ഉണ്ടല്ലോ, മാതാപിതാക്കളും അതേപോലെ കുടുംബക്കാരും പോലും ഈ ഒരു വിഷയത്തിൽ നിലകൊണ്ടത് അനീതിയാണെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമൂഹത്തിലൊക്കെ കാണുന്നൊരു വിഷയം,
ഈ കുടുംബപരമായ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്ക് നീതിയുടെ കൂടെ നിൽക്കാൻ പറ്റാറില്ല. ഇപ്പോൾ പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഡൈവേഴ്സ് കൂടുതലായിട്ട് തൊലാക്ക് കൂടുതലൊക്കെ കാണുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ സത്യത്തിൽ ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരും ആണിൻ്റെ വീട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ ചില കുടുംബ വിഷയങ്ങളിലൊക്കെ ഏഹ്, ചെറിയ രൂപത്തിലൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിനേക്കാളേറെ ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും പേരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്തായിരിക്കും, നീതി സ്വന്തം മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കില്ല, എതിർപക്ഷത്തായിരിക്കും ഉണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണോ നീതിയിൽ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഭാഗത്തെ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. അത് മാതാപിതാക്കളാണെങ്കിലും വല്ല അഖറബീന, അത് ബന്ധുക്കളാണെങ്കിലും. ശേഷം അള്ളാഹു പറഞ്ഞ മറ്റൊരു, അത് ആ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറൻ, അല്ലെങ്കിൽ ധനികനാവട്ടെ ദരിദ്രനാവട്ടെ. പണക്കാരെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓലേത് ഭാഗത്താ? ഓല് പൈസക്കാരല്ലേ. മറ്റോലേത് ഭാഗത്താ? അങ്ങനെ ആളുകളെ നോക്കിയിട്ട് ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു രൂപം ഇസ്ലാമിലില്ല. അത് കുറച്ച് ഗൗരവത്തിൽ സൂചിപ്പിക്കണമെന്ന് കരുതിയത് കൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കണം. കാരണം സമൂഹത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മക്കളുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മക്കളുള്ള ആളുകളുണ്ടെങ്കിൽ മക്കളെ കൊടുക്കുന്ന പിന്നെ എന്ത് കാര്യമാവട്ടെ നീതിയോടുകൂടി കൊടുക്കണം എന്നുള്ളതാണ് അള്ളാഹു റസൂൽ പ്രത്യേകം അത് പറഞ്ഞ് കാണാൻ സാധിക്കും. ഒരു മകൾക്ക് വേണ്ടി ഒരു സെർവൻറ്റിനെ ആവശ്യപ്പെട്ടപ്പോൾ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ അള്ളാഹു റസൂൽ ചോദിച്ചു. എങ്കിലേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരാളോട് കൂടുതൽ താല്പര്യവും ഇഷ്ടവും കാണിച്ചിട്ട് അനന്തര സ്വത്തും മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ കൂടുതൽ അവർക്ക് കൊടുക്കുക എന്നുള്ളത് സത്യത്തിൽ നീതിയല്ല, ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. ചിലപ്പോൾ ചില കുട്ടിനോട് ചില മക്കളോട് വെറുപ്പ് പിടിച്ചിട്ടൊക്കെ ഒന്നിച്ച് ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കുക എന്നുള്ള സ്വഭാവം അത് പാടില്ലാത്തതാണ്. കുറേ വിശദീകരിക്കേണ്ട ഒരു മേഖലയാണ്. എന്തായാലും അത് നമ്മൾ സൂക്ഷിക്കുക. അതേ മക്കളിൽ നമ്മൾ വേർതിരിവ് കാണും, അവിടെ നീതി തന്നെ കാണിക്കണം. അതേപോലെ സ്വത്ത് ഭാഗം വെക്കുന്ന വിഷയത്തിലാട്ടെ, അതേപോലെ ചിലപ്പോൾ കോടതിയിലൊക്കെ ഈ സ്വത്ത് തർക്കത്തിലൊക്കെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, നീതിൻ്റെ കൂടെ നിൽക്കും, നീതിയുടെ കൂടെ നിൽക്കാതെ. അപ്പം ഇതൊക്കെ ആണെങ്കിൽ വഅമ്മൽ ഖാസിത്തൂൻ, അനീതി ചെയ്യുന്നവർ ഫകാനൂ ലിജഹന്നമ ഹത്വബ, ഇനി ഒന്നും പറയാനില്ല, ഒരൊറ്റ ഒരു വിഷയം മാത്രം മതി, അവർ നരകത്തിൻ്റെ വിറകുകൾ, നരകത്തിൻ്റെ ഇന്ധനമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൻ്റെ ഭാഷയിലാണ് ഉണർത്തുന്നത്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. സൂറത്തുർ റഹ്മാനിൽ നമ്മൾ എപ്പോഴും ഓതി കേൾക്കാറില്ലേ, അളവ് നീതിപൂർവം തൂക്കം ശരിയാക്കാൻ വേണം. അളവിലും തൂക്കത്തിൽ അതിനുമുണ്ട് നീതി. അപ്പം എല്ലാ കാര്യത്തിലും കൃത്യതയോടുകൂടി നീതിയോടുകൂടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് എന്ന് അല്ലാഹു പ്രത്യേകമായി പറയാനുള്ള കാരണം. ശരി, അതിനുശേഷം ഇപ്പോൾ ഇത്രയും ഭാഗം 15 ആയത്തുകളുണ്ടല്ലോ, ഈ 15 ആയത്തുകളും ജിന്ന് വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി, 1 മുതൽ 15 വരെയുള്ള ആയത്തുകൾ. ആ ജിന്ന് വർഗം അവർ പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, നമുക്ക് ഉദ്ധരിച്ച് പറയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നല്ലേ, നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് 16-ാമത്തെ ആയത്ത് മുതലുള്ളത്. വഅല്ലവിസ്തഖാമു അലത്ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ എന്ന്. വഅല്ലവിസ്തഖാമ, എന്നുള്ളത് പിന്നെ സത്യം ചെയ്യാനല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ചേർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ പറഞ്ഞ നീതിയിൽ നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അല്ലവി എന്നുള്ളത് ശരിക്കും അൻ ലവ് എന്നുള്ളതാണ്. ഇസ്തഖാമു അത് ചേർത്ത് പറയുമ്പോൾ ആണ് അല്ലവിസ്തഖാമു എന്ന് പറയുന്നത്. ഇസ്തഖാമ യസ്തഖീമു, ഇസ്തിഖാമത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇസ്തിഖാമത്ത് അല്ലേ. ഇസ്തഖാമ യസ്തഖീമു എന്ന് വെച്ചാൽ നേരെ ചൊവ്വേ നിലകൊള്ളുക, ശരിയായ രൂപത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഇസ്തഖാമ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇസ്തഖാമ യസ്തഖീമു, ഈമാന് കിട്ടിയാൽ മാത്രം പോലെ അതിന് ഇസ്തിഖാമത്ത് ഉണ്ടാവണം എന്ന് കേട്ടിട്ടില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അവർ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവരെ പ്രത്യേകമായി അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന് നേരെ ചൊവ്വേ നിലകൊള്ളുക. അപ്പോൾ വഅല്ലവിസ്തഖാമു എന്ന് വെച്ചാൽ അവർ ഉറച്ചു നിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, അലത്ത്വരീഖ, ത്വരീഖ എന്ന് വെച്ചാൽ വഴി, മാർഗം എന്നൊക്കെയാണ്. അലത്ത്വരീഖ, ആ മാർഗത്തിൻ്റെ മേൽ. അപ്പോൾ വഅല്ലവിസ്തഖാമു അവർ നേരെ ചൊവ്വേ നിലകൊണ്ടാൽ, അലത്ത്വരീഖ
ആ ഒരു മാർഗത്തിൻ്റെ മേൽ അവർ ശരിയായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നേരെ ചൊവ്വെ നിലകൊള്ളുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനല്ല അസ്ഖൈനാക്കും, തീർച്ചയായുമില്ല, അസ്ഖൈനാഹും, അസ്ഖാ യുസ്ഖി എന്ന് വെച്ചാൽ കുടിപ്പിച്ചു എന്നാണ് അർത്ഥം. അസ്ഖാ യുസ്ഖി, അസ്ഖാ എന്ന് എഴുതുമ്പോൾ ഖാഫ് കഴിഞ്ഞിട്ട് യാ കൂടി ഇടണം കേട്ടോ. അങ്ങനെ അസ്ഖാ എന്ന് എഴുതുക, അസ്ഖാ യുസ്ഖി എന്ന്. അസ്ഖൈന, നാം കുടിപ്പിക്കും, ഹും അവരെ, ല അസ്ഖൈനാഹും, നാം അവർക്ക് കുടിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ അവരെ നാം കുടിപ്പിക്കും. മാ എൻ, അറിയാലോ, വെള്ളം, വെള്ളം കുടിക്കാൻ കുടിപ്പിക്കുന്നു. ഓദഖൻ, ഓദഖ് എന്ന് വെച്ചാൽ കസീർ എന്നുള്ള അർത്ഥമാണ്, ധാരാളം, സമൃദ്ധമായി എന്നൊക്കെയാണ് അർത്ഥം. സമൃദ്ധമായി, ധാരാളമായി അവരെ നാം വെള്ളം കുടിപ്പിക്കും എന്നുള്ളതാണ്. വിശദീകരിക്കാൻ ശേഷം ലിനഫ്തിനഹും ഫീഹ്, ലിനഫ്തിന, ഫിത്തിന അറിയാലോ, ഫത്തന യഫ്തിനു എന്ന് വെച്ചാൽ പരീക്ഷിക്കുക. നമ്മൾ പഠിച്ച പദമാണ് ഫത്തന യഫ്തിനു. ഫിത്തിന എന്നൊക്കെ കേട്ടില്ലേ, അതിൽ നിന്ന് വരുന്നതാണ്. നഫ്തിന എന്ന് പറയുമ്പോൾ നാം പരീക്ഷിക്കുന്നു, നാം പരീക്ഷിക്കും. ഫത്തന യഫ്തിനു, നഫ്തിനു. ലിനഫ്തിനഹും, നാം അവരെ പരീക്ഷിക്കും, അല്ലെങ്കിൽ നാം അവരെ പരീക്ഷിക്കുന്നു. ലിനഫ്തിനഹും ഫീഹി, നാം അതിൽ അവരെ എന്താക്കുന്നു, നാം അവരെ പരീക്ഷിക്കുന്നു. ലിനഫ്തിനഹും ഫീഹ്. എന്നിട്ട് അള്ളാഹു പറയും വമൻ യുഅ്രിദു അൻ ദിക്രി റബ്ബിഹി, അഅറദ യുഅ്രിദു എന്ന് വെച്ചാൽ അവഗണിക്കുക എന്നാണ്. അഅറദ യുഅ്രിദു, അവഗണിക്കുക. അഅറദ യുഅ്രിദു, വമൻ യുഅ്രിദു, അപ്പോൾ ആർ അവഗണിച്ചുവോ, ആർ അല്ലെങ്കിൽ അവഗണിക്കുക, തിരിഞ്ഞു കളയുക എന്നൊക്കെയാണ് അർത്ഥം. ആർ തിരിഞ്ഞു കളഞ്ഞുവോ, ആരെ അവഗണിച്ചുവോ, അൻ ദിക്രി റബ്ബിഹി, അൻ ദിക്രി, ദിക്രിനെ സംബന്ധിച്ച്, റബ്ബിഹി തൻ്റെ രക്ഷിതാവിൻ്റെ, റബ്ബിൻ്റെ ദിക്റിൽ നിന്ന് ആർ തിരിഞ്ഞു കളഞ്ഞുവോ, ആർ അതിനെ അവഗണിച്ചുവോ, യസ്ലുക്ഹു, യസ്ലുക്ഹു എന്ന് വെച്ചാൽ യുദ്ഖിൽഹു എന്നാണ് അർത്ഥം. സലക്ക യസ്ലുഖു വെച്ചാൽ ദഖല എന്നുള്ള അർത്ഥം, പ്രവേശിച്ചു എന്നാണ് അർത്ഥം. സലക്ക, പ്രവേശിക്കുക. മൻ സലക്ക ത്വരീഖൻ, ഹദീസ് കേട്ടുണ്ടാവുമല്ലോ. സലക്ക യസ്ലുഖു, യസ്ലുഖുഹു, നാം അവനെ പ്രവേശിപ്പിക്കും. അദാബൻ, ശിക്ഷയിൽ. സ്വഈദൻ, അദാബൻ സ്വഅദ, സ്വഅദ എന്ന് വെച്ചാൽ പിന്നെ ഷദീദ്, കഠിനം, പ്രയാസകരം എന്നൊക്കെയാണ് അർത്ഥം. ഈ സ്വഅദ എന്നുള്ള വാക്കിനർത്ഥം ശരിക്കും കയറുക എന്നുള്ളതാണ്. സ്വഅദ, സഅദ, സ്വഅദ യസ്ഉദു, കയറുക. സുഊദ്, കയറുന്ന സ്ഥലത്തിന് പറയും സുഊദ്. സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്നുണ്ട് ആ പദം. അപ്പോൾ എന്താണ്, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദിക്റിനെ അവഗണിച്ചുകൊണ്ട് ആര് അതിനെ അവഗണിക്കുന്നുവോ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസകരമായ അല്ലെ കഠിനമായ ശിക്ഷയെ അവനെ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഒന്ന്, വഅല്ലവിസ്തഖാമു അല ത്വരീഖ, ആർ അള്ളാഹുവിൻ്റെ ത്വരീഖത്തിൽ, ആ മാർഗത്തിൽ ആർ ഉറച്ചു നിൽക്കുന്നുവോ, ആ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു അസ്ഫൈനാഹുമ അൻഗദഖ, അവർക്ക് സമൃദ്ധമായ വെള്ളം അവരെ നാം കുടിപ്പിക്കും എന്നുള്ളതാണ്. അവിടെ രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥമായ ത്വരീഖത്തുൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നേരെ ചൊവ്വയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടുള്ള ആ വഴിയിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളമായി വെള്ളം നൽകുക എന്നുള്ള അവിടെ ശരിക്കും വെള്ളം എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, അനുഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അള്ളാഹു അവരെ നൽകും, അവർക്ക് കുടിപ്പിക്കും എന്നുള്ളതാണ്. ഏതൊരു അനുഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ബേസ് എന്ന് പറയാൻ ശരിക്കും വെള്ളം തന്നെയാണല്ലോ.
അപ്പോൾ കൃഷിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം വെള്ളമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പണ്ഡിതന്മാർ അതിന് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ധാരാളമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള ആ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്തിനാണ് ലിനഫ്തിനഹു ഫീഹി? അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇപ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, നന്മ കൊണ്ടും ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടും തന്നിട്ടും നമ്മളെ പരീക്ഷിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. അള്ളാഹു എന്താണ് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. രണ്ടാമത്തതിനെ പണ്ഡിതന്മാർ മറ്റൊരു തരത്തിൽ അല്ലവിസ്തഖാമ അല ത്വരീഖ എന്നുള്ളതിന് അവർ മോശപ്പെട്ട ദ്വലാലത്തിൻ്റെ മാർഗം പിന്തുടരുകയാണെങ്കിൽ, ത്വരീഖത്തു ദ്വലാല, വഴികേടിൻ്റെ മാർഗം പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുക എന്നറിയില്ല നമ്മൾ, അതേപോലെ തന്നെ അവർക്ക് ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്നാണ് പല രൂപത്തിൽ. അപ്പോൾ ദുനിയാവിൽ തന്നെ ഇപ്പോൾ ഫ്ലഡ് പോലെയുള്ള, വെള്ളപ്പൊക്കം പോലെയുള്ള, അതേപോലെ ദുനിയാവിലും പരലോകത്തിലൊക്കെ തന്നെ അവർക്ക് ധാരാളമായി ശിക്ഷ നൽകും എന്നുള്ള അർത്ഥത്തിലും അതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആദ്യം പറഞ്ഞ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഗ്രഹത്തിൻ്റെ മഴ, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നൽകും എന്നുള്ളതാണ് ഇത് കുറച്ചുകൂടി നല്ല വിശദീകരണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ലിനഫ്തിനഹു ഫീഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അത്തരം ആളുകളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ അള്ളാഹു സുബ്ഹാനഹു തൻ്റെ റബ്ബിൻ്റെ ദിക്റിൽ നിന്ന് ആര് അത് അവഗണിച്ചുവോ, ആര് അത് പിന്തിരിഞ്ഞുവോ, തിരിഞ്ഞു കളഞ്ഞു പോകുന്നുവോ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പ്രയാസകരമായ ശിക്ഷ അവരെ പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിലും പറഞ്ഞതുപോലെ വിശദീകരണം പലതുമുണ്ട്. ഒന്ന്, ദിക്ർ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഖുർആൻ തന്നെയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ ദിക്റാണ്. അതേപോലെ തന്നെ ഖുർആൻ ഉൾപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, എല്ലാം കാര്യങ്ങളും ഉൾപ്പെടുന്ന അതിനും ദിക്ർ എന്ന് പറയും. നമ്മൾ ദിക്ർ ചൊല്ലുക എന്ന് പറയൂലേ, ദിക്ർ എന്ന് വാക്കർത്ഥ സ്മരണ എന്നാണ്, ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഉത്ബോധനം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തൊട്ട് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, പരിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹ സൂറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ അവസാന ഭാഗം 124 ആയത്തിൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. എൻ്റെ ദിക്റിനെ ആരവഗണിച്ചുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, അവർക്ക് കുടുസായ ജീവിതമാണ് അള്ളാഹു നൽകുക എന്നാണ്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഇടങ്ങാറ് പിടിച്ച ലൈഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല പരലോകത്ത് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അവരെ പരലോകത്ത് അന്ധനായിക്കൊണ്ട്, കണ്ണ് കാണാത്തവനായിക്കൊണ്ട് അള്ളാഹു എഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ്. അവൻ ചോദിക്കുമെന്നാണ്, ലിമ ഹശർത്തിനെ, എന്തിനാ പടച്ചവൻ എന്നെ ഇങ്ങനെ കണ്ണ് കാണാത്തവനാക്കി തീർത്തതെന്ന്. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, എൻ്റെ ആയാത്തുകൾ ഭൂമി ലോകത്ത് നിനക്ക് വന്നിട്ട് നീ അതിനെ കണ്ണ് കാണാത്തവനെ പോലെയാണ്, നീ മൈൻഡാക്കിയില്ല, നീ പഠിച്ചില്ല, നീ അറിഞ്ഞില്ല, അതനുസരിച്ച് ജീവിച്ചില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ മറക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് സുഖ്റുഫിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് ആര് അന്ധത നടിക്കുന്നുവോ, അതിനെ പിന്തിരിഞ്ഞ് അതിൽ നിന്ന് മാറി ജീവിക്കുന്ന ആരാണോ, അവർക്ക് നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹു ലഹു ഖരീൻ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിശാചിനെ അവരെ ഖരീനായി, അവരെ കൂട്ടുകാരായി നിശ്ചയിച്ചു കൊടുക്കുന്ന. അത് പല ആളുകൾക്കും ചില ഇപ്പോൾ ദീനീപരമായ വിഷയങ്ങൾക്കും ചില തൗഫീഖ് ഇല്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ്സിന് തന്നെ ക്ഷണിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലരും പല പ്രാവശ്യമായിട്ട് വിളിച്ചാലും വരാത്ത ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ എസ്കേപ്പ്. വേറെ കാര്യത്തിൽ നിങ്ങൾ വിളിച്ചു നോക്കിയാൽ അവരൊക്കെ റെഡി ആയിട്ട് വരും. നമുക്കിന്ന സ്ഥലത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ നിന്നൊരു പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ഒരു ഫുഡിൻ്റെ പരിപാടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിലേക്ക് ക്ഷണിക്കും ആളുകൾ ഭയങ്കര ആവേശമായിരിക്കും. എന്തെങ്കിലും ഒരു DJ പാർട്ടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള പിശാചിന് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ചില പിന്നെ സദസ്സുകളോ മജ്ലിസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ഓടിയെത്തുന്ന ആളുകളുണ്ട്. അള്ളാഹിൻ്റെ ദിക്റിൽ നിന്ന് അവർക്ക് ദിക്റിലേക്ക് വിളിച്ചാൽ, ഖുർആനിൻ്റെ പഠനത്തിലേക്ക് വിളിച്ചാൽ, അത് ദീനീപരമായ കാര്യങ്ങൾക്ക് വിളിച്ചാൽ അവർക്ക് തീരെ നേരം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അവർ വല്ലാത്തൊരടങ്ങാറ് പിടിച്ച പോലെയാണ് തോന്നുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, നുഖയ്യിദ് ലഹു,
ഷൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹു പിശാചിനെ അവൻ്റെ കൂട്ടുകാരനായി കൊടുക്കുന്നു. പിശാച് കൂട്ടുകാരനായാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അള്ളാഹിൻ്റെ ആയത്തുകൾ എവിടെയെങ്കിലും മനസ്സിനുള്ളിലേക്ക് കയറൂല. അവർക്ക് ഭയങ്കര ടൈറ്റാണ് തോന്നുക. എല്ലാം ഇതിന് വല്ലാത്തൊരു പ്രയാസമായിട്ട് ദീനിൻ്റെ കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലേക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയൂല. അത് വലിയൊരു പ്രയാസമായിട്ട് തോന്നും. അപ്പം അത് വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള ഒരാളുകളെ സംബന്ധിച്ച് തൻ്റെ രക്ഷിതാവിൻ്റെ ദിക്റിൽ നിന്ന് അതിനെ അവഗണിച്ച് ജീവിക്കുന്ന ഏതൊരുവനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു ശിക്ഷയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ എന്ന് പറയുന്ന എല്ലാ സമയത്തും എന്ന് പറഞ്ഞ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയുള്ള ദിക്റാണ് നിസ്കാരം. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനെക്കുറിച്ച് ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് ദിക്ർ പല അർത്ഥങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും 5 ടൈംസ് ശരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് നിസ്കാരം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറ്റി നിർത്താൻ കഴിയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എല്ലായ്പ്പോഴും റബ്ബിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കുക എന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ഇപ്പം ഈ ദിക്ർ നമ്മൾ വിളിച്ചിട്ടും കാര്യങ്ങൾ ഇതൊന്നും വരാതെ പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ യസ്ലുഖു ഹദാബൻ സ്വായതയാണ്, പ്രയാസകരമായ ശിക്ഷയിലേക്കാണ് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുക. അതവരെ പറയുകയും ബോധ്യപ്പെടുത്തുകയും എന്നിട്ട് ഈ ഒരു മാർഗത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുകയും ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ ചെറിയ ഒരു ആയുസ് മാത്രമേ നമുക്കൊക്കെ ഈ ഭൂമിയിൽ ലോകത്തുള്ളൂ. അതുപോലെ എല്ലാ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, അവശേഷിക്കുന്നതും ഏറ്റവും ഹൈറായിട്ടുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരലോക ജീവിതമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കുക. ഈ ചെറിയൊരു സമയമാണെങ്കിലും ഇതൊക്കെ പരലോകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് വലത് കൈയിൽ നൽകുന്ന രേഖയിൽ കിതാബിൽ രേഖപ്പെട്ട് കിടക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോട് കൂടി നമ്മൾ ക്ലാസ്സിൽ വരാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങളും പാപങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ ഈമാനും ഇൽമും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഏർപ്പാടിലും ഇടപാടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ റിസ്ഖിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام.